നമസ്കാരം. പശ്ചിമേഷ്യൻ സംഘർഷം തീരുമാനമാകാതെ മുന്നോട്ടു പോകുന്നതിനിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ യാതൊരു വിരട്ടലും വിലപ്പോകില്ല എന്ന നയം ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാൻ. ഉപരോധം എന്ന ഉമ്മാക്കി കയ്യിലിരിക്കട്ടെ എന്നു സാരം. അതായത് ഹോർമൂസ് കടലിടുക്കിന്റെ പൂർണ്ണ നിയന്ത്രണം തങ്ങളുടെ സായുധ സേന ഏറ്റെടുത്തതായും അമേരിക്കൻ ആയുധങ്ങൾ ഇനി ഈ വഴി കടത്തിവിടില്ല എന്നും ഇറാൻ സൈന്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. തന്ത്രപ്രധാനമായ ഈ ജലപാതയിലൂടെയുള്ള അമേരിക്കയുടെ ആയുധ നീക്കം തടയുമെന്നും കരസേനാ വക്താവ് ബ്രിഗേഡിയർ ജനറൽ മുഹമ്മദ് എക്മിനിയ വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിന്റെ പടിഞ്ഞാറൻ ഭാഗം IRGCയും നാവികസേനയുടെയും കിഴക്കൻ ഭാഗം ഇറാൻ നാവികസേനയുടെയും ഏകോപിത മേൽനോട്ടത്തിലാണ് എന്നും കടലിടുക്കിലൂടെയുള്ള ഗതാഗതത്തിന് ഇറാന്റെ അനുമതി അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. മുൻ ചീഫ് ഓഫ് സ്റ്റാഫ് മേജർ ജനറൽ അബ്ദുൾ റഹീം മൗസവിയുടെ അനുസ്മരണ ചടങ്ങിലായിരുന്നു ഇറാന്റെ ഈ നിർണായക പ്രഖ്യാപനം എത്തിയത്. ഇറാന്റെ സൈനിക സിദ്ധാന്തം ഇപ്പോൾ ആക്രമണാത്മകമാണെന്നും ശത്രുവിന്റെ ഭാഗത്തു നിന്നുണ്ടായ ചെറിയ പിഴവുകൾ പോലും കഠിനമായ പ്രതികരണത്തിന് കാരണമാകുമെന്നും സൈന്യം മുന്നറിയിപ്പ് നൽകി. അമേരിക്കയെ മേഖലയിൽ നിന്നും പൂർണ്ണമായും പുറത്താക്കുകയാണ് ലക്ഷ്യമെന്നും ഇറാനെ തകർക്കാൻ ലക്ഷ്യമിട്ട ശത്രുക്കളുടെ എല്ലാ മിസൈൽ ആണവ പ്രതിരോധ പദ്ധതികളും പരാജയപ്പെട്ടുവെന്നും അക്രമിനിയ അവകാശപ്പെടുന്നുണ്ട്. അമേരിക്കയും പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനുമെതിരെ കടുത്ത മുന്നറിയിപ്പുമായി IRGC ഡെപ്യൂട്ടി സൈഡ് സിറോസോസിൻ രംഗത്തെത്തി. അമേരിക്ക എന്തെങ്കിലും സാഹസത്തിന് മുതിർന്നാൽ പേർഷ്യൻ ഗൾഫിനെ അമേരിക്കൻ നാവികരുടെ ഏറ്റവും വലിയ ശ്മശാനമാക്കി മാറ്റുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ വക ഭീഷണി. മേഖലയിലെ ഭൂരിഭാഗം അമേരിക്കൻ സൈനിക താവളങ്ങളും നിലംപരിശായി എന്നും ശത്രുവിനെതിരെയുള്ള അസമമായ യുദ്ധം തുടരുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇറാനിയൻ തുറമുഖങ്ങളിൽ അമേരിക്ക ഏർപ്പെടുത്തിയ നാവിക ഉപരോധം തുടരുകയാണ് എങ്കിൽ ദീർഘകാല യുദ്ധത്തിന് തയ്യാറാണ് എന്നാണ് ഇറാൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ സംഘർഷഭരിതമായ സാഹചര്യങ്ങൾക്കിടയിൽ മേഖലയിലെ എണ്ണ LNG ഗതാഗതം സുരക്ഷിതമാക്കാൻ പാകിസ്ഥാനും ഇറാഖും ഇറാനുമായി കരാറുകളിൽ ഒപ്പുവച്ചിട്ടുണ്ട്. അമേരിക്ക ഇറാൻ യുദ്ധം പുനരാരംഭിച്ചാൽ ഹജ്ജ് തീർത്ഥാടകരെ വിമാനമാർഗം മാറ്റാനുള്ള അടിയന്തര പദ്ധതികൾ പാകിസ്ഥാൻ തയ്യാറാക്കി. അതേസമയം അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയമായ മറ്റൊരു നീക്കത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായുള്ള ഉച്ചകോടിയും ചൈനയിലെത്തി. അതായത് എലോൺ മസ്കും ട്രംപിനൊപ്പം ഈ യാത്രയിൽ പങ്കുചേരുന്നുണ്ട് എന്ന് അർത്ഥം. എന്തായാലും പശ്ചിമേഷ്യൻ യുദ്ധം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.